2023 കഴിഞ്ഞുപോയി. 2024 ജനുവരി 1 ഒരു പുതിയ തുടക്കമാകട്ടെ. കഴിഞ്ഞ കൊല്ലം നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. പലപ്പോഴും നമ്മുടെ നേട്ടങ്ങളിലേക്ക് നോക്കാനല്ല നമുക്ക് താല്പര്യം ഉണ്ടാകുന്നത്. നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്, അതിലേക്കാണ് എല്ലാവരും നോക്കുന്നത്. കഴിഞ്ഞത് കഴിഞ്ഞുപോയി. നമുക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത വിധം അത് മാഞ്ഞു പോയിരിക്കുന്നു. നമ്മളിൽ നിന്ന് അത് വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതി അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാതെ നമ്മുടെ പുതിയ ലൈഫിലേക്ക്, അതായത് പുതിയ കൊല്ലത്തിലേക്ക് എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ വരുത്തണം എന്നുള്ള ചിന്തകൾ മാത്രം നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് നമ്മുടെ മനസ്സിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ബോധ മനസ്സും ഒന്ന് ഉപബോധ മനസ്സും. ബോധ മനസ്സുകൊണ്ട് നാം ചിന്തിക്കും പല കാര്യങ്ങളും. അത് നിരന്തരം ചിന്തിക്കുന്ന ഒരു കാര്യം ഉപബോധ മനസ്സാണ് ക്യാച്ച് ചെയ്യുന്നത്. അത് അവിടെ കിടന്ന് അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ പ്രവൃത്തികളും ഉപബോധ മനസ്സ് തുടങ്ങി വയ്ക്കും. ഇത് മനസ്സിൻ്റെ ദ്വൈത പ്രകൃതമാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട്. നമ്മുടെ മൈൻഡാണ് നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത്, വേറൊരാളല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ താക്കോൽ വേറെ ആളുടെ അടുത്തല്ല എന്ന് മാത്രം. നമ്മൾ തന്നെയാണ് അതിൻ്റെ താക്കോൽ കൊണ്ടു നടക്കേണ്ടത്. മറ്റുള്ളവരുടെ കയ്യിൽ താക്കോലാകാതിരിക്കുക. നമ്മുടെ മനസ്സുപയോഗിച്ച് സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നമുക്ക് നേടാൻ സാധിക്കും. ഈ വർഷം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടേതായി തീരട്ടെ. ഹാപ്പി ന്യൂ ഇയർ ഏവർക്കും.